മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഒരു വേറൊരു വിഷണറി ഉള്ള അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല, എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറിന്റെ വേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ടർ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഹോമിലി ഒരു ആക്ടർ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ ചിരിക്കാൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ അങ്ങനത്തെ ഹോമിലി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇതിലും അതുപോലെ തമാശ നിറഞ്ഞ റിച്ച് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ട്രെയിലർ കണ്ടായിരുന്നു. അപ്പം ഈ ക്യാരക്ടർ പേഴ്സണലി നമ്മുടെ ഒരു കഥാപാത്രം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല, ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്ക്രിപ്ഷനൊക്കെ തന്നെയാണ്. നമുക്ക് ഞാൻ പറഞ്ഞതിലൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേറ്റബിൾ അല്ലേ ആ ക്യാരക്ടർ. കുറച്ചുകൂടെ നമ്മളെപ്പോലെയൊക്കെ കുറച്ച് കാശൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബേസിക്കലി നമ്മളെപ്പോലൊക്കെ ഉള്ള വളരെ റെഗുലർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അയാളുടെ സിറ്റുവേഷൻ അതിലും റിലേറ്റബിൾ ആയിരിക്കും മിക്കവാറും. അയാളുടെ സാഹചര്യം സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ അത് ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ കൂടെ വരുമ്പോഴാണ് ഇത് വീണ്ടും ആ ഒരു റെഗുലർ കൈ സിനിമ തന്നെയാണ്. പക്ഷെ അയാളുടെ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ ആ സിറ്റുവേഷൻസിൽ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മള് ഭയങ്കരമായിട്ട് ആക്ടർ എന്നുള്ള രീതിയിൽ പുഷ് ചെയ്യാൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അത് ആ സിറ്റുവേഷനിൽ എത്രമാത്രം പാനിക്കായിട്ടും ഈ പറയുന്ന പുള്ളി പുറത്ത് പറയാൻ പറ്റൂല പുള്ളിയുടെ പ്രശ്നം, പക്ഷേ ഇത് കൺവിൻസ് ചെയ്യണം, ആൾക്കാരെ കൺവിൻസ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ ഇതിന് ഊരി പോരണം എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ പുള്ളി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എന്താ പറയുക ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രസങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് ഈ പറയുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള സെറ്റിംഗ് ഉണ്ട്, ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്രമാത്രം മീറ്ററിൽ എത്ര അളവിൽ അത് ചെയ്യുക എന്നുള്ളതാണ് ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം. ഹ്യൂമർ ചെയ്യാന്നുള്ള സ്പേസ്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കോമ്പിനേഷൻ ഇവരെല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ബേസിൽ എന്ന ആക്ടറിനോടാണ് ചോദ്യം. അതായത് ഇപ്പം ഈ പറഞ്ഞ റെഗുലർ പേഴ്സൺ അല്ലെങ്കിൽ റെഗുലർ ക്യാരക്ടർ എന്നുള്ളത് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും നോക്കാനോ, അതായത് അതുപോലത്തെ കഥാപാത്രങ്ങൾ വരാത്തതുകൊണ്ടാണോ? അതുപോലത്തെ ക്യാരക്ടേഴ്സ് വരാത്തതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അങ്ങനെയുള്ള ആലോചനകൾ ആദ്യം തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവരും നമ്മളെ എങ്ങനെയാണ് അറിയുന്നത് ആ ഒരു ക്യാരക്ടേഴ്സ് ആണല്ലോ വരിക. പക്ഷെ ഗോയിങ് ഫോർവേഡ് വേറെ സിനിമകൾ ഇങ്ങനെ നമുക്ക് ഇത് പുതിയ ഫിലിം മേക്കേഴ്സ് ചിലപ്പോൾ വേറെ രീതിയിൽ ആലോചിച്ച് തുടങ്ങുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത്രയും നമ്മൾ സക്സസ്ഫുൾ ആയിട്ടും റെലവൻ്റ് ആയിട്ടും നിൽക്കുമ്പോഴാണ് അങ്ങനെയുള്ള ആൾക്കാരും അങ്ങനെയുള്ള കഥകളും വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. നല്ല സിനിമയുടെ ഭാഗമാണെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കുറച്ച് സിനിമകളിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആണ് കോമഡി ആണെന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് എല്ലാവരും ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്. അതല്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സീരിയസ്നെസ് അല്ല, എല്ലാം നല്ല ഉറക്കം തോന്നി. അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ്. എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്നിരിക്കുന്നത്. നിങ്ങളെന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിന് പേരൊന്നും നിലയ്ക്കും അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ അല്ല, ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ്. ബേസിലായിട്ടാണെങ്കിൽ മാത്രം ആദ്യം ഇച്ചിരി കോമഡി പറയാൻ നോക്കി, അതാണ് വർക്കായത്. നമ്മളീ സിനിമയിൽ അഭിനയിക്കുമ്പോ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ആള് നന്നായിട്ട് ചെയ്യും. നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോൾ ഞങ്ങൾ ലൈവ് താഴേന്ന് ഭക്ഷണം കഴിച്ചു പറഞ്ഞാലോ കൊണ്ട മധുരമൊക്കെ അടിച്ച് കയറ്റി. ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത പോലും ഇല്ല. പിന്നെ എന്റെ കൂടെ സിദ്ദിഖിക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ആൾക്കാരും സ്വയം ഒന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാമെന്ന്. ബേസിലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോ ഇവിടെ എല്ലാവരും ഒന്ന് പറഞ്ഞു തുടങ്ങി ഇതെന്ത് ഇനി സിനിമയുടെ കഥ മുഴുവൻ പറയുമെന്ന്. ആ തരത്തിൽ പുള്ളി വേറെ രീതിയിൽ സിനിമയുടെ പേരെന്നാ? നുണക്കുഴി. പറഞ്ഞല്ല സത്യം. അതൊന്നും വിശ്വസനങ്ങൾ തിയേറ്ററിലേക്ക് പോകണ്ട. ഞാൻ മാത്രം ചോദിച്ചാൽ എല്ലാവരും സ്വയം പറയാൻ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് അസീസ് പറഞ്ഞത്. എനിക്ക് ക്ലൈമാക്സ് പറയാനുള്ളൂ എന്ന് പറഞ്ഞു.